ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദുബായ് സെൻറ് മേരീസ് ദേവാലയത്തിലെ ഇൻ്റർസെഷൻ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടുമുള്ള ജനതകളെ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ദിവ്യകാരുണ്യനാഥൻ്റെ ഈ ആരാധനയിലേക്ക് നമുക്കും പങ്കുചേരാം. നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നു
തണുപ്പിക്കും നിൻ ഹൃദയം. തിരുവോസ്തിരൂപനായി നമ്മുടെ ഇടയിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആഗോള കത്തോലിക്ക സഭ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുമ്പോൾ ദുബായ് കരിസ്മാറ്റിക് സമൂഹവും അതിനോടൊപ്പം ചേരുകയാണ്. നമുക്ക് ഈ നിമിഷങ്ങളിൽ നമ്മെ തന്നെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നാം ഇന്ന് ലോകം മുഴുവന് വേണ്ടി 7 ഭൂഖണ്ഡങ്ങളെയും സമർപ്പിച്ച് ഇന്ന് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരെയും നമ്മുടെ ഇടവകയെയും പ്രത്യേകിച്ച് നമുക്ക് മനോഹരമായൊരു ദേവാലയം നൽകി ഇവിടുത്തെ ആരാധനാ സ്വാതന്ത്ര്യം നൽകിയ ഇവിടുത്തെ ഭരണാധികാരികളെയും നന്ദിയോടെ ഓർത്ത് നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ഏക ഹൃദയത്തോടെ ഏക മനസ്സോടെ പരിശുദ്ധ അമ്മയോടും മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അവിടുത്തെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതെ, ലോകം മുഴുവന്റെയും പാപവും ശാപവും ഏറ്റെടുത്തവൻ വീണ്ടും ഇതാ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഏറ്റവും ചെറുതായി തിരുവോസ്തിരൂപനായി നമ്മുടെ മുന്നിൽ എഴുന്നള്ളിയിരിക്കുന്നു. പ്രപഞ്ചം മുഴുവന്റെയും സൃഷ്ടാവായ ഈ ദൈവത്തെ ലോകം മുഴുവനോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. ഏറ്റവും സ്നേഹാർദ്രനായ, ഏറ്റവും മാധുര്യവാനായ, സർവശക്തനായ ദൈവമേ, ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായവനെ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനായ കർത്താവേ, അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്രയോ ശ്രേഷ്ഠം. ആകാശത്തിന്റെ കീഴേ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതേ ഈശോയെ, അവിടുന്നാണ് ഞങ്ങളുടെ രക്ഷകനെന്ന് ഞങ്ങൾ ഏറ്റുപറയുക. ലോകം മുഴുവനും ഈ രക്ഷയെ സ്വന്തമാക്കുവാൻ ഭൂമിയിലുള്ള സകല ജനങ്ങളെയും ദിവ്യകാരുണ്യനാഥനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സകല ഭൂവാസികളോടും സ്വർഗവാസികളോടും ചേർന്ന് നമുക്ക് അവിടുത്തെ പാടി ആരാധിക്കാം.
Hallelujah, 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 Hallelujah. എല്ലാ സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യമായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തൻ്റെ വചനത്താൽ ഈ ഭൂമുഖത്തെ സൃഷ്ടിക്കുകയും ജനതകൾക്ക് കാലങ്ങളും ദേശങ്ങളും കൽപ്പിച്ചു നൽകുകയും ചെയ്ത ദൈവമേ, മനുഷ്യമക്കളോടുള്ള അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ തൻ്റെ മഹിമ ഉയർത്താനായി ശ്രമിച്ചപ്പോൾ അവരുടെ ഭാഷകൾ ഭിന്നിച്ചുകൊണ്ട് ലോകത്തെ നാനാദേശത്തേക്ക് അവരെ ചിതറിച്ച അവിടുത്തെ വലിയ അനന്തമായ ജ്ഞാനത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഇതാ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവാൻ ആഹ്വാനം ചെയ്ത ഈശോയെ, ഈ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാനായി വിളവിൻ്റെ നാഥനോട് ഞങ്ങളിതാ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിതാ ഈ ഭൂമുഖത്തെ മുഴുവനും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഈ നിമിഷം സമർപ്പിക്കുന്നു. കർത്താവേ, 7 ഭൂഖണ്ഡങ്ങളെ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന ഈ ഏഷ്യ ദേശത്തെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ഭൂഖണ്ഡത്തിലുള്ള 400 കോടിയിൽ പരം മനുഷ്യമക്കളെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ, കർത്താവെ, പട്ടിണി കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, ഭീകരത കൊണ്ട്, അജ്ഞത കൊണ്ട്, അന്ധവിശ്വാസങ്ങൾ കൊണ്ട് കർത്താവെ ഇപ്പോഴും അന്ധകാരത്തിൽ ജീവിക്കുന്ന ഈ ദേശത്തേക്ക് അവിടുത്തെ ജ്ഞാനവും അവിടുത്തെ ആത്മാവിനെ അവിടെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആഫ്രിക്കയിൽ വസിക്കുന്ന 120 കോടിയോളം ജനങ്ങളെ, മനുഷ്യമക്കളെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദാരിദ്ര്യം, ക്ഷാമം, യുദ്ധങ്ങള്, കെടുതികള്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ ദേശത്തേക്ക് കർത്താവെ അവിടുത്തെ അരൂപിയെ അയക്കണമേ. കർത്താവ്, അനേക മക്കൾ, ഈ ദേശത്തുള്ള മക്കളെല്ലാവരും കർത്താവിൻ്റെ നാമം അറിയാൻ ഇടവരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമായാൽ അവൻ എന്ത് പ്രയോജനം? കർത്താവെ, യഥാർത്ഥമായ ജ്ഞാനം ഈ ജനത്തിന് അവിടുന്ന് പകർന്നു കൊടുക്കണമേ. 99 ആടുകളെയും വിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ തേടിപ്പോകുന്ന ഈശോയെ, ഒരു മനുഷ്യ ആത്മാവ് പോലും നഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാത്ത ഈശോയെ, അവിടുത്തെ കരുണയും സ്നേഹവും ഈ ലോകത്തിലേക്ക്, ഈ ഭൂമുഖത്തിലേക്ക് വീണ്ടും അയക്കണമേ എന്ന് ഞങ്ങൾ ഒന്നൊരുമിച്ച് ഒരു സ്വരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ പാടി ആരാധിക്കുന്നു. സർവവും തീർത്ത ദൈവമേ, അങ്ങേ ആരാധിച്ചിത പ്രാർത്ഥിപ്പൂ. സർവവും തീർത്ത ദൈവമേ, അങ്ങേ ആരാധിച്ചിത പ്രാർത്ഥിപ്പൂ. ഏഴുവൻ കരകൾ പാദപീഠത്തിൽ അർപ്പിച്ചു ഞങ്ങൾ പ്രാർത്ഥിപ്പൂ. നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും എന്നരുളി ചെയ്തുകൊണ്ട് കത്തോലിക്ക തിരുസഭയെ സ്ഥാപിച്ച കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പയെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ മനസ്സിനിണങ്ങിയ വിധം ദൈവജനത്തെ നയിക്കാൻ ആവശ്യമായ
എല്ലാ കൃപാവരങ്ങളും നൽകി അദ്ദേഹത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സഭാമക്കളുടെ വിശ്വാസവർദ്ധനയ്ക്കും സഭകളുടെ ഐക്യത്തിനും ലോകസമാധാനത്തിനും വേണ്ടി അദ്ദേഹത്തെ ശക്തമായി ഉപകരണമാക്കണമേ. സഭയിലുള്ള 220ഓളം കർദിനാളന്മാരെയും 5100 ബിഷപ്പുമാരെയും 4.5 ലക്ഷത്തോളം വൈദികരെയും തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവജനത്തെ സ്നേഹിച്ച് നയിക്കുവാനും മാതൃക നൽകി വിശുദ്ധീകരിക്കുവാനും ദൈവഹിതം അറിയിച്ച് പഠിപ്പിക്കുവാനും അവരെ അനുഗ്രഹിക്കണമേ. എല്ലാ സമർപ്പിതരെയും എല്ലാ വൈദിക വിദ്യാർത്ഥികളെയും ധ്യാന കേന്ദ്രങ്ങളെയും ധ്യാന ഗുരുക്കന്മാരെയും ആത്മായ പ്രേക്ഷിതരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് അഭിഷേകം നൽകി അനേകം മക്കളെ ദൈവവേലയ്ക്കായിട്ട് അങ്ങ് വിളിക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയുടെ വചനങ്ങളെ താത്ത അനേക മക്കളെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അയക്കണമേ. 7 വൻകരകളിലും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെ ദൈവകരങ്ങളിലേക്ക്, ഈശോയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ പാടി ആരാധിക്കാം. യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം തന്നെയായ ഈശോനാഥ, ലോകമെമ്പാടുമുള്ള സകല കുടുംബങ്ങളെയും ഈ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ മക്കളെയും അങ്ങ് ഏറ്റെടുക്കണമേ. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ഈശോയെ, നസ്രത്തിലെ തിരുക്കുടുംബം സ്നേഹത്തിലും പരസ്പര ബഹുമാനത്തിലും ഐക്യത്തിലും വിശുദ്ധിയിലും ഒന്നായി ജീവിച്ചതുപോലെ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളും ആ മാതൃക പിഞ്ചെന്ന് ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളിത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാര്യ ഭർത്തൃബന്ധങ്ങളിൽ വിശുദ്ധിയില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അതുമൂലം വേദനിക്കുന്ന കുഞ്ഞുങ്ങളെയും അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾ, രോഗം മൂലം വേദനിക്കുന്ന കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ, ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളാൽ നീറുന്ന സകല കുടുംബങ്ങളെയും ദിവ്യകാരുണ്യനാഥനിലേക്ക് ഞങ്ങൾ ഇതാ ചേർത്ത് വയ്ക്കുന്നു. ഈശോയെ, ഈ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. തെറ്റായ പ്രബോധനങ്ങൾ മൂലവും ഇന്നത്തെ മാധ്യമങ്ങളുടെ സ്വാധീനം മൂലവും വിശ്വാസം നഷ്ടപ്പെട്ട കുടുംബങ്ങളിലേക്ക്, പ്രാർത്ഥനയും കൂദാശ സ്വീകരണവും ഇല്ലാതെ കഴിയുന്ന കുടുംബങ്ങളിലേക്ക് ഈശോയെ അങ്ങ് വെളിച്ചമായി കടന്നു വരണമേ. അങ്ങയുടെ വിശ്വാസത്തിന്റെ കൃപ നൽകി മക്കളെ അനുഗ്രഹിക്കണമേ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:31 ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനത്തിന്റെ യോഗ്യതയാൽ ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു. സകല കുടുംബങ്ങളും അങ്ങയിൽ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിക്കുവാൻ ഇടയാക്കണമേ. ഓ ദിവ്യകാരുണ്യനാഥ, എല്ലാ കുടുംബങ്ങളുടെയും മേൽ അങ്ങയുടെ കരുണ ഒഴുക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ ഓരോ കുടുംബങ്ങളെയും നിറയ്ക്കണമേ. ലോകമെമ്പാടുമുള്ള സകല കുടുംബങ്ങളോടും ചേർന്ന് ഞങ്ങൾ ഇതാ അവിടുത്തെ പാടി ആരാധിക്കുന്നു. തിരുമുറിവുകളിൽ
എന്നെ മറയ്ക്കണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാമീശോ. എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാമീശോ. പരിശുദ്ധ പരമ ദിവികാരൻ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഭാപ്രസംഗൻ 12-ാം അധ്യായം 1-ാം വാക്യം. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: ഒന്നിനും സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കുന്നതിന് മുമ്പ് തന്നെ യൗവനത്തിൽ തന്നെ നീ കർത്താവിനെ അന്വേഷിക്കുക. ഓ ദിവികാരുണ്യ ഈശോയെ, അങ്ങ് യുവാവായിരുന്നല്ലോ ഈശോയെ. അങ്ങേക്കറിയാമല്ലോ എല്ലാ യുവജനങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് തരികയാണ് ഈശോയെ. അവരുടെ വേദനകൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് അങ്ങേക്കാണല്ലോ ഈശോയെ. ഈശോയെ, അവരുടെ എല്ലാ നിയോഗങ്ങളെയും അവരുടെ ആകുലതകളെയും അവരുടെ വ്യഗ്രതകളെയും എല്ലാം ഈ നിമിഷം തരികയാണ് ഈശോയെ. ഇന്നത്തെ യുവതലമുറ അവരെ പൂർണ്ണമായും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. ദിവ്യകാരുണ്യനാഥ, അവരുടെ എല്ലാ നിയോഗങ്ങളെയും, അതേപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും എല്ലാം അടിമപ്പെട്ട് കഴിയുന്നുണ്ട് ഈശോയെ. ഈശോയെ, അവരെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് സഭയോട് ചേർന്ന് മുമ്പോട്ട് പോകുവാൻ ഓ ദിവികാരുണ്യനാഥ, അവരെയെല്ലാം കൂട്ടി യോജിപ്പിക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഈശോയെ, ഈ നിമിഷങ്ങളിൽ അങ്ങ് ആഗ്രഹിക്കുന്ന പോലുള്ളൊരു ജീവിതം നയിക്കുവാൻ ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈശോയെ. എല്ലാ ആസക്തികളിൽ നിന്നുള്ള വലിയ മോചനം നൽകി അനുഗ്രഹിക്കണേ ഇവർക്കെല്ലാവർക്കും. ഈശോയെ, ഈ നിമിഷങ്ങളിൽ ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാ യുവജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ പാടി ആരാധിക്കുന്നു. ഭാവിയും സ്വപ്നങ്ങളും തിരുക്കൈകളിലേക്കിടുന്നു. ഭാവിയും സ്വപ്നങ്ങളും തിരുക്കൈകളിലേക്കിടുന്നു. എന്റെ ഭീതിയും എന്റെ ആശങ്കയും തിരുപാദത്തിലർപ്പിക്കുന്നു. എന്റെ ഭീതിയും എന്റെ ആശങ്കയും തിരുപാദത്തിലർപ്പിക്കുന്നു. നേർവഴി കാട്ടേണമേ. നാഥാവരേണമേ. നേർവഴി കാട്ടേണമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിഞ്ഞ് ഇന്നത്തെ ഈ ആരാധന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്തു എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി കാണും വരെ പ്രാർത്ഥനയിലായിരിക്കാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.